സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. വൈദ്യുതി എർത്തിംഗ് സംവിധാനത്തിലെ തകരാർ മൂലം ലാബും അതുപോലെ തന്നെ ഡയാലിസിസ് സെന്ററിന്റെയൊക്കെ പ്രവർത്തനം ഭാഗികമായിട്ട് മുടങ്ങിയിരിക്കുകയാണ്. ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണ്. വൈദ്യുതി എർത്തിംഗ് സംവിധാനത്തിലെ പ്രശ്നം മൂലമാണ് ആശുപത്രിയിലെ ഉപകരണങ്ങൾ തകരാറിലാകുന്നത്. പല പരിശോധനകൾക്കും സ്വകാര്യ ലാബുകളെയാണ് രോഗികൾ ആശ്രയിക്കുന്നത്. എർത്തിംഗ് സംവിധാനത്തിലെ തകരാറ് മൂലം 2 പ്രധാന യന്ത്രങ്ങൾ തകരാറിലാണ്. ഡയാലിസിസ് യൂണിറ്റിലെ യന്ത്രങ്ങളും കേടാകുന്നത് മൂലം ഡയാലിസിസിനെത്തുന്ന രോഗികളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അനുവദനീയമായ വൈദ്യുതിയുടെ 3 ഇരട്ടിയാണ് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നത്. ട്രാൻസ്ഫോമർ സ്ഥാപിക്കുക എന്നതാണ് പരിഹാരമെന്ന് സൂപ്രണ്ട് ഇൻചാർജ് AB വിൻസെന്റ് അറിയിച്ചു. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം ബാധിച്ചതുകൊണ്ട് തന്നെ രോഗികൾ ഒരുപാട് ലാബ് കാര്യങ്ങൾക്ക് ഡയാലിസിസിന്റെ പ്രവർത്തനമൊക്കെ ഭാഗികമായിട്ട് നിലച്ചിരിക്കുക എന്നുള്ളൊരു സത്യമാണോ? അതായത് നമ്മുടെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ലാബ് ഭാഗികമായിട്ട് പ്രവർത്തനം നിർത്തേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 1 വർഷത്തോളമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എർത്തിങ്ങിൻ്റെ പ്രശ്നം. സാധാരണഗതിയിൽ ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എർത്തിങ്ങിൻ്റെ പ്രോബ്ലം 5-ൽ താഴെയായി നിൽക്കണമെന്നാണുള്ള നിയമം. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടുത്തെ ലാബ് സൗകര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയാൽ പോലും രാവിലെ 10 മണിക്ക് ശേഷം നമ്മുടെ എർത്തിങ്ങിൻ്റെ വലിയ പ്രശ്നങ്ങൾ വരാണ്. കാരണം വെച്ചാൽ നമ്മുടെ ട്രാൻസ്ഫോമറിന് മറ്റ് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഷോപ്പുകളെല്ലാം ആക്റ്റീവായിട്ട് വരുമ്പോഴത്തേക്കും എർത്തിങ്ങിന് ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. ആ എർത്തിങ് പ്രശ്നം ഉള്ളതുകൊണ്ട് അടിക്കടി നമ്മുടെ ലാബിലെ ഉപകരണങ്ങൾ കേടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം നമ്മൾ KCBയുടെയും മുനിസിപ്പാലിറ്റിയുടെയും MLAയുടെയും ഒക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ ട്രാൻസ്ഫോമർ തന്നെ നമ്മുടെ ആശുപത്രിക്ക് കിട്ടിയാലാണ് ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള നീക്കത്തിലാണ് നമ്മൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഈ ആശുപത്രിയിലെ HMC അംഗങ്ങൾ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പ്രാഥമിക ഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. MLA അറൗണ്ട് 3 കോടിയോളം രൂപ നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഈ രോഗികൾക്ക് ഉള്ള ഈ അസൗകര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം വെച്ചിട്ട് നമ്മുടെ 2 മെഷീൻ ഓൾറെഡി കേടായി. നമ്മൾ പുതിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. മാക്സിമം കാര്യങ്ങൾ സ്പീഡിൽ നീങ്ങുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ എർത്തിങ്ങിൻ്റെ പ്രശ്നം വന്നപ്പോൾ പുതിയ മെഷീനും പിന്നെയും കേടാവുന്ന ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. ഇത് തന്നെയാണ് ഡയാലിസിസിൻ്റെ കാര്യത്തിൽ വന്നേക്കുന്നത്. ഈ ഡയാലൈസർ പലപ്പോഴും കേടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എർത്തിങ്ങിനാണ്. ഈ എർത്തിങ് ഒരിക്കലും ആരോഗ്യവകുപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് MLAയും KCBയും മുനിസിപ്പാലിറ്റി ഉൾപ്പെട്ട എല്ലാവരെയും അധികാരികൾ നമ്മൾ യഥാസമയം അറിയിക്കുകയും അത് നിരന്തരം ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ MLAയുടെ ഈ ഭാഗത്ത് നിന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. കുറച്ച് അസൗകര്യം ഉണ്ടാകുന്നുണ്ട്, എങ്കിലും അത് പരിഹരിക്കാൻ ത്വരിതഗതിയിൽ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു മെഷീൻ വെച്ചിട്ട് ഈ പേഷ്യൻസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് മാക്സിമം ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇക്കാര്യം നമ്മൾ വികസന സമിതി താലൂക്ക് വികസന സമിതിയിൽ നമ്മൾ ഉന്നയിച്ചിരുന്നു. അത് പുതിയ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അവരോട് പുതിയ മുനിസിപ്പൽ ചെയർമാനും ബാക്കിയുള്ള അംഗങ്ങളുമായിട്ട് ചേർന്നിട്ട് ഇപ്രാവശ്യം കുറച്ചുകൂടെ ബൃഹത്തായ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കി നമ്മുടെ ആശുപത്രിയെ ഏറ്റവും നല്ല ഒരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പരിശ്രമം. ഇല്ല, അത് ഈ MLA അനുവദിച്ച 3 കോടിയിൽ നമ്മുടെ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് ബാക്കിയുള്ള തുക ഉപയോഗിക്കുക. നമ്മുടെ സ്റ്റോറിൻ്റെയും അനുബന്ധ ഇതായിട്ട് നമ്മുടെ ലിഫ്റ്റും വരുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. എങ്കിലും 2 ആഴ്ചക്കകത്ത് മിക്കവാറും ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് MLA ഓഫീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. 70 ലക്ഷം രൂപ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുവാൻ അനുവദിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ ഉടൻ നടപ്പിലാക്കുമെന്നും MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അറിയിച്ചു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് നാളായി ട്രാൻസ്ഫോമറുടെ അഭാവമുള്ളതുകൊണ്ട് വൈദ്യുതി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. വോൾട്ടേജ് ക്ഷാമവും പ്രശ്നങ്ങളും ഗുരുതരമാണ്. ഈ സന്ദർഭത്തിൽ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ 2023-24 ബജറ്റിൽ 3 കോടി രൂപ ആശുപത്രിക്ക് നൽകിയിട്ടുണ്ട്. ആ തുകയിൽ നിന്ന് ഏകദേശം 70 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത്. കൂടാതെ മറ്റ്
ഇലക്ട്രിക്കലായിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുക കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഏകദേശം 40 ലക്ഷം രൂപയോളം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മൊത്തം 3 കോടിയിൽ നിന്ന് 1,10 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ സ്ഥാപിക്കുവാൻ വൈകുന്തോറും ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കും. ട്രാൻസ്ഫോമർ സ്ഥാപിക്കുക എന്നതാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്നത്. 3 കോടി രൂപയോളമാണ് MLA ഈ ഒരു വികസനത്തിന് വേണ്ടിയിട്ട്, ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അതിൽ 70 ലക്ഷം രൂപ ഭരണ അനുമതി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടത്തി ഈ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചാൽ മാത്രമാണ് ലാബിൻ്റെയും അതുപോലെ തന്നെ ഡയാലിസിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതിന് എത്രയും വേഗം ഒരു നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ആവശ്യം. ക്യാമറാമാൻ വിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.